ഞാനിന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്ന ചാനലിൽ ദീപ്തിയുടെ ഒരു വീഡിയോ കാണാനിടയായി. അതിൻ്റെ അകത്ത് ദീപ്തി ഫസ്റ്റ് ഹസ്ബൻഡിൽ നിന്ന് അനുഭവിക്കുന്ന പീഡനങ്ങൾ വിവരിക്കുന്നുണ്ട്. അത് കേട്ടപ്പോൾ ഒരു പക്ഷേ ഭൂരിഭാഗം ആളുകളുടെ ഇടയിൽ മനസ്സിലൂടെ പോയതും എന്തിനാണ് ഈ കുട്ടി ഇത്രയും അനുഭവിച്ചത്, ആ കുട്ടിക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോക്കൂടായിരുന്നോ, വെറുതെ എന്തിനാ ഈ അടിയും പിടിയും എല്ലാം കൊണ്ട് അവിടെ താമസിച്ചത്. ഈ ഡിപ്പെൻഡൻറ്റ് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഹാപ്പൻസ് വെൻ സംവൺ ബിക്കംസ് മെൻ്റലി ആൻഡ് ഇമോഷണലി ഡിപ്പെൻഡൻറ്റ് ഓൺ എ ടോക്സിക് പാർട്ട്ണർ. ഒരു വ്യക്തി മാനസികമായും ഇമോഷണലായും അവരുടെ ടോക്സിക് പാർട്ട്ണറിൻ്റെ മുകളിൽ ഡിപ്പെൻഡൻ്റ് ആകുമ്പോഴാണ് ഡിപ്പെൻഡൻറ്റ് സിൻഡ്രോം ഉണ്ടാകുന്നത്. ഈ ഡിപ്പെൻഡൻറ്റ് സിൻഡ്രോം ഉണ്ടാകാൻ പല കാരണങ്ങളുണ്ട്. കേരളത്തിൻ്റെ ഒരു സാഹചര്യം അനുസരിച്ച് സ്ത്രീധന നിരോധന നിയമം നിലവിലുണ്ടെങ്കിലും മകളുടെ വിവാഹം കഴിയുമ്പോൾ പേരൻസിനൊരു ഭീമമായ തുക കടബാധ്യത ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കേരളം ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയാണ്. സോ ഒരു മകളെ വിവാഹം കഴിച്ചയക്കുമ്പോൾ കൂടുതൽ പേരൻസും ഒരു ഭാരം ഇറക്കി വയ്ക്കുന്നതായിട്ടാണ് ചിന്തിക്കുന്നത്. ആ ഭാരം ഇറക്കി വെച്ചു, ഇനി എനിക്ക് ഭർത്താവിനാണ് ഇനി ആ ഭാരത്തിൻ്റെ ചുമതല. വീട്ടുകാർ അത് ഇറക്കി വെച്ച് കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞ ഈ പെൺകുട്ടി ഇതുപോലെ ടോക്സിക് ആയിട്ടൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ അവൾ തിരിച്ചു പോകാൻ മടിക്കും. ഒന്നാമത് പേരൻസിൻ്റെ ഉള്ള കടബാധ്യത, രണ്ടാമത് വീട്ടിൽ തിരിച്ചു തന്നാൽ എങ്ങനെയായിരിക്കും റിയാക്ഷൻ, ഇപ്പോൾ സഹോദരനുണ്ടെങ്കിൽ സഹോദരനും സഹോദരൻ്റെ ഭാര്യ എങ്ങനെ റിയാക്ട് ചെയ്യും, വീട്ടുകാരെങ്ങനെ റിയാക്ട് ചെയ്യും, നാട്ടുകാരെങ്ങനെ റിയാക്ട് ചെയ്യും. ചില നാട്ടുകാരുടെ റിയാക്ഷൻ കണ്ടാൽ തോന്നും അവരാണ് ഈ കുട്ടിയെ വളർത്തി ജനിച്ചപ്പം മുതൽ ചെലവും കൊടുത്ത് പഠിപ്പിച്ച് വളർത്തിയെടുത്തത് അവരാണെന്ന് നമുക്ക് തോന്നിപ്പോകും. അതുപോലത്തെ കൺസേൺ അവർ കാണിക്കുന്നത്. അതുകൊണ്ട് ഈ നവവധു എന്ത് ചെയ്യും? സഹിക്കാം, ചേട്ടൻ്റെ സ്വഭാവം മാറുമായിരിക്കും എന്ന് വിചാരിച്ച് താൻ അനുഭവിക്കുന്നതെല്ലാം സഹിക്കാൻ തീരുമാനിക്കും. പിന്നെ ടോക്സിക് റിലേഷൻഷിപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ ടോക്സിക് ആയിട്ടുള്ള പാർട്ട്ണർ ആദ്യം ചെയ്യുന്നത് ഈ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആളിൻ്റെ സാമൂഹിക ബന്ധങ്ങൾ ഇല്ലാതാക്കുകയാണ്. പേരൻസുമായിട്ടുള്ള ബന്ധങ്ങൾ ഇല്ലാതാക്കും, ഫ്രണ്ട്സുമായിട്ടുള്ള ബന്ധങ്ങൾ ഇല്ലാതാക്കും. ഈ ഫ്രണ്ട്സൊക്കെ അവളെ വഴിതെറ്റിക്കാൻ വേണ്ടി നടക്കുന്ന ആൾക്കാരാണ്. ആ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയാൽ നീ വഴിതെറ്റിപ്പോവും, നിന്നെ അങ്ങനെ ഒരു ചിന്ത അവളിൽ ഉണ്ടാക്കിയെടുക്കും. അവളെ ഒറ്റപ്പെടുത്തും, മറ്റുള്ള സമൂഹത്തിൽ നിന്ന് തന്നെ ഒറ്റപ്പെടുത്തും. ഈ ഒരു വ്യക്തിയുടെ ചുറ്റുമായിരിക്കും ഈ പെൺകുട്ടിയുടെ ജീവിതം. പിന്നെ രണ്ടാമത് അയാൾ ചെയ്യാൻ പോകുന്ന കാര്യം ഫിനാൻഷ്യലി ഡിപ്പെൻഡൻ്റ് ആക്കും. ജോലിക്ക് പോകുന്ന പെൺകുട്ടിയാണെങ്കിൽ ചില ആളുകൾ ജോലി കളയാൻ ശ്രമിക്കും. സോ ഇയാളുടെ മുകളിൽ ഡിപ്പെൻഡൻ്റ് ആവും. ചില ആളുകൾ ജോലിക്ക് പോകാൻ അനുവദിക്കും എങ്കിലും ശമ്പളം കിട്ടുന്നത് എന്ത് ചെയ്യണം? അന്ന് തന്നെ ആളുടെ കയ്യിൽ കൊടുത്തിരിക്കണം. ആളാണ് തീരുമാനിക്കുന്നത് എന്തിനൊക്കെ ആ കുട്ടിക്ക് ചിലവിന് കൊടുക്കണം. ആളാണ് തീരുമാനിക്കുന്നത് ഈ കുട്ടിക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട്. ബസ് കൂലി വേണമെങ്കിൽ ചിലപ്പം പുള്ളിയുടെ അടുത്ത് നിന്ന് ഇറക്കണമായിരിക്കും. ചേട്ടാ എനിക്കൊരു 10 രൂപ തരാമോ ബസ്സിന് പോകാൻ? ചേട്ടാ എനിക്കൊരു ചുരിദാർ മേടിച്ച് തരാമോ? ചേട്ടാ ഞാനൊരു ചായ കുടിച്ചോട്ടെ? ചേട്ടാ ഞാനൊരു വട കഴിച്ചോട്ടെ? എന്ന് ഇയാളോട് എരുന്ന് വേണം ഈ കുട്ടിക്ക് ജീവിക്കേണ്ടത്. പിന്നെ ഗ്യാസ് ലൈറ്റിങ്ങിന് ഈ കൂട്ടർ വിദഗ്ധരാണ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഇവർ തമ്മിൽ ഭയങ്കര വഴക്കുണ്ടായി. ഈ പെൺകുട്ടിയെ അയാൾ അടിച്ചു. അയാൾ ഇതെങ്ങനെയായിരിക്കും സമർത്ഥിക്കുന്നത്? നീ അങ്ങനെ ചെയ്തത് കൊണ്ടല്ലേ മോളെ എനിക്ക് നിന്നെ അടിക്കേണ്ടി വന്നത്. നീ അത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ അത് ചെയ്യില്ല. മോൾ ഇനി ഇങ്ങനെ ചെയ്യരുത് കേട്ടോ, ഞാൻ നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത്. ഞാനല്ലേ മോൾക്ക് ശരിയും തെറ്റും പറഞ്ഞു തരാനുള്ളത്. പിന്നെ അയാൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, എല്ലാ ഉപദ്രവവും, മാനസിക പീഡനവും ശാരീരിക പീഡനം, ഇതെല്ലാം ആ കുട്ടിയുടെ നന്മയ്ക്ക് വേണ്ടി അയാൾ ചെയ്യുന്നതാണ്. ആ കുട്ടിയെ ശരിയായ വഴി നടത്താൻ വേണ്ടി അയാൾ ചെയ്യുന്നതാണ്. അത് അങ്ങനെ ആ കുട്ടിയെ വിശ്വസിപ്പിക്കും. പിന്നെ ഈ ബഹളം എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ പുള്ളിയുടെ വകയെ ഒരു വലിയ സ്നേഹപ്രകടനമുണ്ട്. കെട്ടിപ്പിടിച്ച് ഉമ്മവക്കൽ, ഒന്ന് കറക്കാൻ കൊണ്ടുപോകും, പുറത്തൊന്ന് കറങ്ങാൻ കൊണ്ടുപോകും, സിനിമയ്ക്ക് കൊണ്ടുപോകും, അല്ലെങ്കിൽ നല്ല ഭക്ഷണം കുഴിമന്തി മേടിച്ച് കൊടുക്കും, ബർഗർ മേടിച്ച് കൊടുക്കും. അതൊക്കെ മതി ഈ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള വ്യക്തിക്ക്, അതൊക്കെ മതി. പിന്നെ 2 ദിവസത്തേക്ക് ഭയങ്കര സ്നേഹമായിരിക്കും. വീണ്ടും ആ പഴയ സൈക്കിളിലോട്ട് തിരിച്ചു വരും.
അതിനൊക്കെ ഇടയിലുണ്ട്. പിറ്റേ ദിവസം പ്രശ്നമെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം കെട്ടിപ്പിടിച്ച് ഒരു ക്ഷമ ചോദിക്കലുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് വന്നു പോയ അബദ്ധമാണ്, ഇനി ഒരിക്കലും എൻ്റെ കയ്യിൽ നിന്ന് പറ്റില്ല, ചേട്ടനോട് ക്ഷമിക്കും മോളെ. ഈ പെൺകുട്ടി എന്താണ്, ഇയാളുടെ ചുറ്റുമാണ് ഈ പെൺകുട്ടിയുടെ ലോകം. ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ അവളതങ്ങ് വിശ്വസിക്കും. ഇനിയും പ്രതീക്ഷയാണ്, നമുക്കെല്ലാവർക്കും പ്രതീക്ഷയിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അപ്പം ആ പെൺകുട്ടി ഒരു പ്രതീക്ഷയിലാണ്, ഇനിയും ഇതുപോലൊന്നും സംഭവിക്കില്ല, നല്ലൊരു രീതിയിലുള്ള ജീവിതം അവർക്ക് കിട്ടും. പിന്നെ ഇവരുടെ ഒരു കഴിവെന്ന് പറഞ്ഞാൽ ഈ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള വ്യക്തിയുടെ സെൽഫ് വർത്ത് ഒരു കാലിൻ്റെ ചെരുപ്പിനടിയിലിട്ട് ചവിട്ടി അങ്ങ് ഞെരിക്കും. സെൽഫ് വർത്തിൻ്റെ അർത്ഥം പോലും ആ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള വ്യക്തിക്ക് അറിയില്ല എന്നൊരവസ്ഥയിലെത്തിക്കും. നിന്നെക്കൊണ്ട് എന്തിനു കൊള്ളാം, ഞാനല്ലാതെ വേറെ ആരെങ്കിലും നിന്നെ കിട്ടുമോ, നീ എന്നെപ്പോലൊരു സുന്ദരന് നിന്നെപ്പോലൊരു പെണ്ണിനെയാണോ കിട്ടുന്നത്, നിന്നെക്കൊണ്ട് എന്തിനു കൊള്ളും, ഒരു കഴിവുമില്ലാത്തൊരു വ്യക്തിയാണ് നീ എപ്പോഴും എന്തിനാണ് നീ ഇങ്ങനെ കരക്കൊണ്ടിരിക്കുന്നത്, നീ എന്താ ഉള്ള കുട്ടിയാണോ, നിനക്കെന്താ അവരെ പോലെ നടന്നാൽ. എൻ്റെ എക്സിന് ഇതുപോലത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. കുറേ ഓവർ ടൈം ഇത് തന്നെ കേട്ട് കുറേ നാളുകൾ കഴിയുമ്പോൾ എന്താ ആ വ്യക്തി വിചാരിക്കും, എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല, ഈ പറയുന്നതെല്ലാം ശരിയായിരിക്കും, എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, എനിക്ക് ശരിക്കും പെരുമാറാൻ തന്നെ അറിയില്ല, എൻ്റെ കുഴപ്പം കൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. പിന്നെ കുറേ വർഷം ഇങ്ങനെ ഒരു ടോക്സിക് ബന്ധത്തിൽ അകപ്പെട്ട് കഴിയുമ്പോൾ ഒരു ട്രോമ ബോണ്ടിങ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ ഒരു സെയിം സൈക്കിളാണ് ഇങ്ങനെ ഒരു സൈക്കിളിലൂടെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വഴക്ക്, കെട്ടിപ്പിടുത്തം, ക്ഷമ ചോദിക്കൽ, സ്നേഹം, പിന്നെയും വഴക്ക്, കെട്ടിപ്പിടുത്തം, സ്നേഹം, ക്ഷമ ചോദിക്കൽ, സ്നേഹം, വഴക്ക്, ഈ സൈക്കിളിലൂടെ തന്നെയാണ് ഇത് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ സിഗരറ്റ് സ്ഥിരമായിട്ട് സിഗരറ്റ് വലിച്ചു കഴിഞ്ഞ് പെട്ടെന്ന് സിഗരറ്റ് വലി നിർത്തി കഴിയുമ്പോൾ എന്താ തോന്നുന്നത്, സിഗരറ്റ് വലിക്കാനൊരു ആകാംക്ഷ തോന്നും. അതുപോലെ തന്നെയാണ് ഈ ഒരു കാര്യം. ഇങ്ങനെ വർഷങ്ങളായിട്ട് ഈ സ്ട്രെസ്സും പെയിനും അനുഭവിച്ച് പെട്ടെന്നൊരു ദിവസം സ്ട്രെസ്സും സ്ട്രെയിനും ഇല്ലാതായി കഴിയുമ്പോൾ നമ്മൾ അൺകോൺഷ്യസ്ലി അതിനായിട്ട് ക്രേവ് ചെയ്യാൻ തുടങ്ങും. നമ്മൾ കണ്ടീഷൻഡായി എപ്പോഴും ഈ സ്ട്രെസ്സിലും സ്ട്രെയിനിലും പെയിനിലും ജീവിക്കാൻ നമ്മൾ കണ്ടീഷൻഡായി. നമ്മൾ അൺകോൺഷ്യസ്ലി അതിനായി ക്രേവ് ചെയ്യാൻ തുടങ്ങും. നമ്മൾ അതിനുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. വർഷങ്ങളായിട്ടുള്ള ഒരു അബ്യൂസിൻ്റെ റിസൾട്ടായിട്ട് ഈ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള വ്യക്തിക്ക് വരാൻ പോകുന്നൊരു കാര്യമാണ് ഡിസിഷൻ എടുക്കാൻ കഴിയാതെ. ഒരു ചെറിയൊരു ഇതിന് മുമ്പ് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും, വിവാഹത്തിന് മുമ്പോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ അകപ്പെടുന്നതിന് മുമ്പോ വളരെ സ്ട്രോങ് ആയിട്ട് ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരിക്കും. പക്ഷേ ഇതിന് ശേഷം ഒരു ചെറിയ ഡിസിഷൻ വരെ എടുക്കാൻ പേടിയാണ്. വീട്ടിൽ മാത്രമല്ല, ജോലി സ്ഥലത്ത് നല്ല പൊസിഷനിലിരിക്കുന്ന വ്യക്തിയായിരിക്കും, പക്ഷേ ഒരു ഡിസിഷൻ എടുക്കുമ്പോഴും മനസ്സിൽ പേടിയാണ്, ഞാൻ എടുക്കുന്നത് ശരിയാവുമോ, എന്നെക്കൊണ്ട് പറ്റുമോ, ആ സെൽഫ് വർത്ത് അതുപോലെ ഇല്ലാതാക്കി കളഞ്ഞു. പിന്നെ ഈ അബ്യൂസിനെല്ലാം കാരണം ഞാനാണ് എന്ന് സ്വയം കാരണങ്ങൾ അവരുണ്ടാക്കും. ഞാൻ ഉണ്ടാക്കിയ കറക്ക് ഉപ്പ് കൂടിയത് കൊണ്ടായിരിക്കുമല്ലോ ചേട്ടൻ എന്നെ അടിച്ചത്, അല്ലെങ്കിൽ ഞാൻ ചേട്ടൻ കയറി വന്നപ്പോൾ തന്നെ ചേട്ടൻ കുടിച്ചോ എന്ന് ചോദിച്ചത് കൊണ്ടാണല്ലോ ചേട്ടൻ എന്നെ അടിച്ചത്, കള്ള് കുടിച്ചില്ലെങ്കിൽ ചേട്ടൻ നല്ല വ്യക്തിയാണ്, കള്ള് കുടിച്ചാലാണ് പ്രശ്നം. ഇങ്ങനെ ഓരോ ജസ്റ്റിഫിക്കേഷൻസ് ഉണ്ടാക്കും ഈ അബ്യൂസിന്. ഇതിൽ നിന്നെല്ലാം കരകയറണമെങ്കിൽ നിങ്ങൾക്ക് സാധിക്കും. അത് നിങ്ങൾ തന്നെ തീരുമാനമെടുക്കണം. ഒരു 7 വർഷമായി അതിക്രമങ്ങൾക്കും ചൂഷണങ്ങൾക്കും ഇരയാകുന്ന സ്ത്രീകൾക്കിടയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ആ അനുഭവത്തിൽ നിന്ന് പറയുന്നത്, ഒരു സ്ത്രീ രക്ഷപ്പെടണം എന്ന് തീരുമാനിച്ചാൽ മാത്രമേ രക്ഷപ്പെടാൻ പറ്റൂ. മറ്റുള്ളവർ ആരും വന്ന് നിങ്ങളെ രക്ഷിച്ചു കൊണ്ട് പോകാൻ പോകുന്നില്ല. നിങ്ങൾ തീരുമാനമെടുക്കണം, എനിക്ക് ഈ സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടണം, ഞാൻ അതിനായിട്ട് എല്ലാം ചെയ്യാൻ തയ്യാറാണ്. സഹായിക്കുന്നതിനായിട്ട് പല സ്ഥാപനങ്ങളും കേരളത്തിലുണ്ട്. ആ സ്ഥാപനങ്ങളുടെയൊക്കെ സർവീസ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം. നിങ്ങൾ ഇതിൽ നിന്ന് കരകയറാനാകും. യു ഹാവ് ടു സീക്ക് ഹെൽപ്പ്. തെറാപ്പി എടുക്കേണ്ടി വരും. കാരണം ഇത്രയും വർഷത്തെ അബ്യൂസിൽ നിന്ന് പല ട്രോമകളും നിങ്ങളുടെ ഉള്ളിലുണ്ട്. ആ ട്രോമകളെല്ലാം ഓവർകം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് തെറാപ്പി ആവശ്യം വരും. ഇതിൽ നിന്ന് മറികടക്കണമെങ്കിൽ നിങ്ങളിങ്ങനെ ഒരു സിറ്റുവേഷനിലാണെന്ന് നിങ്ങൾ ആദ്യം റെക്കഗ്നൈസ് ചെയ്യണം. റെക്കഗ്നൈസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ബൗണ്ടറീസ് സെറ്റ് ചെയ്യണം. നോ പറയേണ്ടടുത്ത് നോ പറയണം. പ്രശ്നങ്ങളുണ്ടാവും, വഴക്കുണ്ടാവും, പക്ഷെ അത് ഉറച്ച നോ ആയിരിക്കണം. പിന്നെ സ്റ്റാർട്ട് ഓൺ വർക്കിംഗ് ഓൺ യുവർ സെൽഫ്. നിങ്ങളെ
ഹീൽ ചെയ്യാൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ തെറാപ്പീസ് ഉണ്ട്. പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ടോക്സിക് ആയിട്ടുള്ളൊരു വ്യക്തി പ്രാർത്ഥന കൊണ്ടോ മരുന്ന് കഴിച്ചത് കൊണ്ടോ നന്നാവും എന്നൊരു വിശ്വാസം വേണ്ട. ചിലപ്പം മരുന്നെടുത്താൽ ആ പുള്ളിക്കാരൻ്റെ സിംറ്റംസ് ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കുമായിരിക്കും. ചില കേസുകൾ അതും സാധിക്കില്ല. സോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇയാളുടെ കൂടെ തന്നെ ജീവിക്കണോ അതോ അതിൽ നിന്ന്, ഈ റിലേഷൻഷിപ്പിൽ നിന്ന് രക്ഷപ്പെട്ട് നല്ലൊരു ജീവിതം വേണോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനമെടുക്കണം. ദീപ്തിയുടെ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഈ കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചോ അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ചോ എന്തെങ്കിലും സംശയമുണ്ട്, കൗൺസിലിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ AR മൈൻഡ് കെയറിൻ്റെ കോൺടാക്റ്റ് നമ്പർ താഴെ കൊടുക്കുന്നതാണ്. യു ആർ ഫ്രീ ടു കോൺടാക്റ്റ് ഇൻ ദാറ്റ് നമ്പർ. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് me in the comments. Thank you for listening to me.